ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗ് വീഡിയോയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഇടയ്ക്ക് അർത്തുങ്കൽ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പെരുന്നാളായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടു, ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത്, വെറൈറ്റി ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോഴാണ് ഓർക്കുന്നത്. അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ അവിടെ കയറി. അവിടുത്തെ എൻട്രി ഫീസ് 20 രൂപയാണ് ഒരാൾക്ക്. അവിടെ കയറുമ്പം തന്നെ വല സൈഡിലായിട്ട് കാണുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നിറയെ ജമന്തി പൂക്കൾ ഓരോ വരിയിലായിട്ട് ഇങ്ങനെ നട്ടേക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലവർ ഷോയ്ക്കൊക്കെ അല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളിവിടെ തിരുവല്ലയിലൊക്കെ വരുമ്പോൾ പോകാറുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നല്ലേ കാണുന്നത്. പക്ഷേ ഇത് തറയിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നട്ടേക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് അതിനിടയിൽ കൂടെ നടന്ന് കുറേ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എടുക്കാം, പിന്നെ വീഡിയോസ് എടുക്കാം. അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടിച്ചട്ടിയിലാക്കിയിട്ട് ഒരു 3 റോസപ്പൂവിനൊക്കെ 140 രൂപയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് കണ്ട് മുന്നോട്ട് വന്നപ്പോൾ പെറ്റ് ഷോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഒത്തിരി വെറൈറ്റി പെറ്റ്സ് ഉണ്ടായിരുന്നു. 20ഓളം ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി ബേഡ്സാണ് കൂടുതലും. ബേഡ്സും ഉണ്ട്, കുറച്ച് ആനിമൽസും ഉണ്ട്. സ്നേക്ക് ഉണ്ടെന്നാണ് വീഡിയോ കണ്ടത്, പക്ഷേ സ്നേക്ക് ഞങ്ങൾ കണ്ടില്ല. ബാക്കിയെല്ലാം ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങളോട് കുഞ്ഞുങ്ങളോട് ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ ഒത്തിരി നേരം ഇങ്ങനെ അടുത്തൊക്കെ പോയി നിന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേഡ്സൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പം അവിടെ കുറച്ച് മറ്റേ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാതളത്തിൻ്റെ, പിന്നെ വേറെ എന്തോ വെറൈറ്റി ഓറഞ്ച്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെടികൾ മേടിക്കാനൊക്കെ പറ്റും അവിടെ നിന്ന്. ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടും, അല്ലാതെ കവറിലുള്ളത് കിട്ടും. റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 20 രൂപ കൊടുത്ത് കയറിയിട്ട് എനിക്ക് ഒരു നഷ്ടം തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല രസമായിരുന്നു കാണാൻ. നമുക്കവിടെ കുഞ്ഞുങ്ങളും ആയിട്ട് പോയി അവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. രാത്രി പോകുന്നത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഒരു 7 മണി കഴിഞ്ഞിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം അവിടെ കുറേ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പകൽ പോയതുകൊണ്ട് ലൈറ്റിൻ്റെ ആ ഒരു ഇതൊന്നും കാണാൻ പറ്റിയില്ല. രാത്രി പോകുന്നവർക്ക് അതൊക്കെ കാണാൻ പറ്റും. ഇവിടെ മഞ്ഞ കളറിൽ നല്ല അടിപൊളിയായിട്ട് ജമന്തി ഇങ്ങനെ അടിക്കടിക്ക് നട്ടേക്കുന്നുണ്ട്. എന്ത് രസമൊക്കെ കാണാൻ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ അത്രയും ഇത് ജമന്തി മഞ്ഞ കളറാണ്. അങ്ങ് അപ്പുറത്തേക്ക് അത് അവിടെ കാണാം ഓറഞ്ച് നിറത്തിൽ. ഈ ജമന്തി പൂക്കൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് അവർ ഈ കുക്കുംബർ കൃഷിയും ഷമാം കൃഷിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കായകളിങ്ങനെ പിടിച്ച് കിടക്കുന്നതാണ്. ഈ ഫ്ലവർ ഷോയിൽ 20ഓളം ഫ്ലവേഴ്സ്, വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാൻ അവിടെ കണ്ട ജമന്തിയും സൂര്യകാന്തിയാണ്. സൂര്യകാന്തി കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ജമന്തി ഈ ഓറഞ്ചും ഈ മഞ്ഞയും കളറാണ് കൂടുതൽ നട്ടേക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ. ഞങ്ങൾ ജമന്തിയെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ നിറയെ സൂര്യകാന്തി പൂക്കൾ. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നട്ടേക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അവിടെ ഇറങ്ങി ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അവിടെ ഈ ഫാമിലൊക്കെ ഇറങ്ങി കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അടുത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്കും കുക്കുംബറും കാര്യങ്ങളൊക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ പൂക്കളെല്ലാം നട്ടേക്കുന്ന ഇടയ്ക്ക് ഒരു വലിയ കുളം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അങ്ങറ്റം വരെ ഇങ്ങനെ ജമന്തിയും
എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് നല്ലതായിട്ട് കാണാം. അവിടെ ആ കുളത്തിൻ്റെ ഒരു കുളം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത് തന്നെ കുറേ തെങ്ങിൻ്റെ തടി പോലെ ഇങ്ങനെ താഴ്ത്തി തടി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാം. കുറേ നേരം അവിടെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ഈ ഭംഗികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വീഡിയോ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പോയിട്ട് അവിടെ അടുത്തൊക്കെ ഉള്ളവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോകണം. അത്രയും ഭംഗിയാണ്. എനിക്കൊന്ന് ജനുവരി 30 വരെ ഉള്ളൂന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ പിന്നെ ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. എന്തായാലും പോയി കാണണം കേട്ടോ. ഞാൻ കണ്ടോ കുക്കുമ്പറൊക്കെ കുഞ്ഞു കുഞ്ഞു കായലൊക്കെ പിടിച്ച് കിടക്കുന്നത്. അങ്ങ് അറ്റം വരെയും ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ജമന്തി ഇങ്ങനെ പൂത്തിരിക്കുക കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ആളൊക്കെ കുറവായിരുന്നു. 2-3 ഫാമിലീസ് മാത്രമേ ഞങ്ങളവിടെ കണ്ടുള്ളൂ. ആൾക്കാർ കുറവാണ്. എനിക്കൊന്ന് വൈകിട്ടായിരിക്കും കൂടുതൽ വരുന്നത്. ഇതെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു വണ്ടിയിൽ പച്ചക്കറികളൊക്കെ വിൽക്കാൻ വച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ കൃഷി ചെയ്തതായിരിക്കാം. പയർ, പാവയ്ക്ക, ഇതുപോലെ കുക്കുംബർ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളും പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.